നമസ്കാരം. GST കൌൺസിലിൽ ഇന്ധനവില അജണ്ടയാക്കിയതോടെ നെഞ്ചുകത്തുന്ന വില ഇനിയെങ്കിലും കുറയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. പക്ഷേ പെട്രോളിയവും ഡീസലും ഉടൻ GSTയിൽ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് കേന്ദ്രം. സമീപഭാവിയിൽ തന്നെ പെട്രോൾ GSTയിൽ ഉൾപ്പെടുത്തുമെന്നും ഇതിനുള്ള സമയക്രമം തീരുമാനിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥർ പറയുന്നു. എത്ര കാലം ഇത് ഉൾപ്പെടുത്തുന്നത് നീട്ടിക്കൊണ്ടുപോകാനാകുമെന്നാണ് കേന്ദ്രത്തിന്റെ ചോദ്യം. പെട്രോളും ഡീസലും എപ്പോൾ GST പരിധിക്ക് കീഴിലാക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു സമയപരിധിയെങ്കിലും തീരുമാനിക്കാനാണ് ശ്രമം. വരുമാനത്തിന്റെ നട്ടെല്ലായ ഇന്ധന വരുമാനം ഇല്ലാതാകുന്നതിനെ പല സംസ്ഥാനങ്ങളും ശക്തമായി എതിർക്കുകയാണ്. ഇപ്പോൾ ചുമത്തുന്ന അധിക നികുതികൾ ഒഴിവാക്കി കേന്ദ്രം തന്നെ വില കുറയ്ക്കണം എന്നാണ് കേരളത്തിന്റെ അടക്കമുള്ള നിർദ്ദേശം. GST വിഹിത വിതരണം പോലും അവതാളത്തിലായ ഒരു രാജ്യത്ത് ആകെയുള്ള ഇന്ധന നികുതി വിഹിതം കൂടി നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് കേരളവും മഹാരാഷ്ട്രയും ഇപ്പോൾ ഉത്തർപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്നത്. വില ഉടനെങ്ങും കുറയാൻ പോകുന്നില്ലെന്ന് സാരം. സത്യത്തിൽ വില വർധനവിന്റെ ഉത്തരവാദിത്തം സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുകയാണോ കേന്ദ്രവും BJPയും? സ്വാഗതം ഫസ്റ്റ് ഡിബേറ്റിലേക്ക്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ മുതിർന്ന BJP നേതാവ് V ഉണ്ണികൃഷ്ണൻ, KT കുഞ്ഞിക്കണ്ണൻ CPIMൽ നിന്ന്, MK ഹരിദാസ് പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രതിനിധി, BA പ്രകാശ് സാമ്പത്തിക വിദഗ്ധൻ എന്നിവരാണ്. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്ധനവില വർധനയുടെ പേരിൽ ഇതുവരെ പഴി പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരിനെയാണ്. കേന്ദ്ര സർക്കാർ GSTയിൽ ഉൾപ്പെടുത്തി വില കുറയ്ക്കാൻ സന്നദ്ധമാണെന്നും സംസ്ഥാനങ്ങളുടെ എതിർപ്പ് മാത്രമാണ് ഇപ്പോൾ വില കുറയ്ക്കാനുള്ള തടസ്സമെന്ന ഒരു നരേഷൻ സൃഷ്ടിക്കുന്നതിൽ ഏതാണ്ട് കേന്ദ്രം വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉത്തരം പറയേണ്ടത് സംസ്ഥാന സർക്കാരുകൾ മാത്രമാകുമോ? കേരളത്തിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുമോ? ഇല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവും. GSTയിൽ ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷെ GSTയിൽ ഉൾപ്പെടുത്തുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് സംഭവിക്കുന്ന നഷ്ടപരിഹാരം, കോമ്പൻസേഷൻ, GSTയുടെ കോമ്പൻസേഷൻ നിയമത്തിൽ ഉചിതമായ നഷ്ടപരിഹാരം വകയിരുത്താനുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ GSTയിൽ ഉൾപ്പെടുത്തുന്നതിന് ആരും എതിരല്ല, ഒരു സംസ്ഥാനവും എതിരില്ല. ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾക്ക് 1 ലക്ഷം കോടിയേറെ രൂപയുടെ നികുതി നഷ്ടമാണ് GSTയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ് SP-യുടെ തന്നെ റിസർച്ച് പറയുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു പ്രശ്നമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ വരുമാനമാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി വരുമാനം എന്ന് പറയുന്നത്. ആ നികുതി വരുമാനം സംസ്ഥാനത്ത് നഷ്ടപ്പെടുമ്പോൾ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, നമ്മുടെ ധനമന്ത്രി പറഞ്ഞതുപോലെ ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തപ്പെടും. അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്താണ്, GST നഷ്ടപരിഹാരം നൽകുന്നതിൽ വലിയ വീഴ്ചയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അത് കിട്ടാത്ത സ്ഥിതിയാണുള്ളത്. അതിന്റെ കൂടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ വരുമാന സാധ്യത കൂടി GSTയിൽ വരികയും കേന്ദ്ര സർക്കാർ ആവശ്യമായ നഷ്ടപരിഹാരം വകയിരുത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. പിന്നെ മറ്റൊരു കാര്യം നമ്മളെല്ലാവരും കാണേണ്ടത്, GST എന്ന് പറയുന്നത് വില കുറക്കാനുള്ള ഏർപ്പാടല്ല. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ നികുതി വരുമാനത്തെയും കേന്ദ്ര സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കുന്ന, സംസ്ഥാനങ്ങളുടെ വിഭവാധികാരങ്ങളെ കവർന്നെടുക്കുന്ന ഒരു നിയമം എന്ന നിലക്കാണ് GST വന്നത്. അത്തരമൊരു നികുതി നിയമം ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വില കുറക്കണമെങ്കിൽ GST ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പും ജനങ്ങളുടെ സാമാന്യ ബോധത്തെ ചുമത്താൻ കഴിയുന്ന നികുതിക്ക് പരിധിയുണ്ടല്ലോ. ഇപ്പോ ചുമത്തുന്നത് പോലെ തോന്നുമ്പടി കഴിയില്ലല്ലോ. GST വ്യവസ്ഥ അനുസരിച്ച് എത്ര ശതമാനം വരെ ചുമത്താം? 28% വരെ ചുമത്താം. സംസ്ഥാനങ്ങൾക്ക് 14% ഉണ്ടാവും. അപ്പൊ വില കുറയും. പക്ഷെ വില കുറക്കാൻ സ്വീകരിക്കേണ്ട എന്താണ്? കേന്ദ്രം കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന വിലനിർണ്ണയനാധികാരം എടുത്തു കളയുകയും അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില നിലവാരമനുസരിച്ച് ഇവിടെ വില തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ 2-3 വർഷക്കാലം കൊണ്ട് പെട്രോളും ഡീസലിനും ഇത്ര വില കൊടുക്കേണ്ടി വരുമോ? കേന്ദ്ര സർക്കാർ ഈ അവസരം ഉപയോഗിച്ച് എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് ലക്ഷോപലക്ഷം കോടി ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ഈ വരുമാനം വഴി, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട്. അപ്പോ കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കുന്ന ഈ പണം രാജ്യത്ത് കക്കൂസ് ഉണ്ടാക്കാനല്ലല്ലോ ഏതായാലും ഉപയോഗിച്ചത്. അത് കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവായിട്ടും അവർ പൊതുമേഖലാ ബാങ്കുകളിൽ നിർത്ത കടം എഴുതിത്തള്ളാനും ഒക്കെ നീക്കിവെക്കുകയല്ലേ ചെയ്തത്. ഈ കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് പോലും ഉത്തേജക പാക്കേജിന്റെ പേരിൽ പോലും കോർപ്പറേറ്റുകളെ സഹായിക്കാൻ ഒരുപാട് സൌജന്യങ്ങൾ നൽകുന്ന ഗവൺമെന്റ് പാവപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ, ഇന്ത്യയിലെ ഫെഡറൽ യൂണിറ്റുകളുടെ ഏറ്റവും പ്രഥമമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നികുതി വരുമാന സ്രോതസ്സിനെ കടന്നാക്രമിക്കുമ്പോൾ, അത് കവർന്നെടുക്കുമ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ
നഷ്ടപരിഹാരം കോമ്പൻസേഷൻ ഉറപ്പുവരുത്തുമെന്ന് സർക്കാർ തന്നെ ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പ് പാലിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നേരിടുന്നത്. ഇത് കേരളത്തിന്റെ മാത്രം കോമ്പൻസേഷന്റെ കാര്യത്തിൽ ഇപ്പോൾ നിലവിലുള്ള സംഗതി തന്നെ മര്യാദ നിർവഹിക്കാൻ കഴിയാത്ത ഒരു സർക്കാർ ഇനിയിപ്പോ ആകെയുള്ള ഇന്ധനം കൂടി കൊണ്ടുപോയാൽ എന്താവും എന്ന ആശങ്ക സംസ്ഥാനങ്ങൾക്കുണ്ട്. ശ്രീ ബി എ പ്രകാശ്, സംസ്ഥാനങ്ങൾ നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന്. സവിശേഷമായി കോവിഡ് കാലത്ത് എന്താണ് സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒക്കെ നേരിടുന്ന പ്രതിസന്ധി എന്ന് നമുക്കറിയാം. അപ്പോൾ സംസ്ഥാനങ്ങൾ ഇന്ധന വിലയിൽ നിന്ന് കിട്ടുന്ന നികുതി കൂടി ഉപേക്ഷിക്കണം, അതും കേന്ദ്ര സർക്കാരിലേക്ക് ഏകീകൃതമായി ഈടാക്കാനുള്ള അവകാശം കൊടുക്കണം എന്ന് പറയുന്നതിൽ ഒരു കടുത്ത അനീതി, ഒരു ക്രൂരതയില്ലേ? അല്ല, നമ്മൾ ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറ്റം പറഞ്ഞ് പോയത് കൊണ്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇന്ധന നികുതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ കച്ചവടത്തിൽ നിന്ന് ലാഭം നേടുന്നത് പോലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാര്യമല്ല. ഇന്ധനം എന്ന് പറഞ്ഞാൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഗതാഗത മേഖല, അത് മറ്റ് ഒരുപാട് മേഖലകളിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ് ഇന്ധനം. അപ്പോൾ ഇന്ധനത്തിന് ഒരു ന്യായമായ ഒരു വില, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വില, ഇന്ധനത്തിന്റെ വിലയിൽ വലിയൊരു വർധന ഉണ്ടാകാത്ത ഒരു വില, അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങൾക്ക് വലിയ ഒരു ഭാരം ഉണ്ടാകാത്ത ഒരു വില, സമൂഹത്തിന് കൊള്ളാവുന്ന ഒരു വില. അപ്പൊ ആ തരത്തില് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മെച്ചമായിട്ടൊരു വിലയാണ് നമുക്ക് ആവശ്യം. ഇവിടെ ഇപ്പോ ഈ കാര്യത്തെ പറ്റിയല്ല ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ചർച്ച ചെയ്യുന്നത്. അവര് ഈ രണ്ടു കൂട്ടരും, അതായത് ഒരു പരിധിയുമില്ലാതെ വലിയ തോതിലുള്ള ഒരു നികുതി ആണ് ഇതിൽ ചുമത്തിയിരിക്കുന്നതെന്ന് കാണാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ജൂണിൽ അവസാനത്തുള്ള ഒരു കണക്കാണ്. 1 ലിറ്റർ പെട്രോളിന് ഏതാണ്ട് 100 രൂപ വിലയുണ്ട്. ഈ 100 രൂപയിൽ, അതായത് പ്രൊഡക്ഷൻ കാസ്റ്റും എല്ലാം കൂടെ ചേർത്തൊരു 44 രൂപ വരും. കേന്ദ്ര നികുതി, എക്സൈസ് ഡ്യൂട്ടി 1 രൂപ 40 പൈസ, സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി 11 രൂപ, റോഡ് ഇൻഫ്രാസ്ട്രക്ചറൽ സെസ് 18 രൂപ, അഗ്രികൾച്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് 2 രൂപ, കേന്ദ്ര ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഏതാണ്ട് 33 രൂപ. 100 രൂപയിൽ 33 രൂപ കേന്ദ്രത്തിന്റെ വിവിധ നികുതികളും സെസ്സുകളുമാണ്. സംസ്ഥാന ഗവൺമെന്റ് എന്താണ്? സെയിൽ ടാക്സ് ഏതാണ്ട് 22 രൂപ, അഡീഷണൽ സെയിൽ ടാക്സ് 1 രൂപ, മറ്റ് സെസ് എല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് സംസ്ഥാന ഗവൺമെന്റ് 23 രൂപ മേടിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് 23 രൂപ മേടിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ 33 രൂപ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ആകെപ്പാടെ അതിന്റെ മൊത്തം പ്രൊഡക്ഷൻ കാസ്റ്റും അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കാസ്റ്റും എല്ലാം കൂടെ ചേർത്ത് 44 രൂപയോ? എന്താണ് ഇത്? മാത്രമോ, ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട്, അല്ലെങ്കിൽ 6-8 മാസമായിട്ട് കോവിഡ് പിടിച്ച് രാജ്യം മുഴുവനും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത്രയും വലിയ ഭീമമായിട്ടുള്ള ഒരു നികുതി വച്ചിട്ട് ഈ ജനങ്ങളെ മുഴുവനും പിഴിയുകയല്ലേ ചെയ്തത്? ഒരു കാര്യം നിങ്ങൾ നോക്ക്, കേരളത്തില് ഏതാണ്ട് 144 ലക്ഷം മോട്ടോർ വാഹനങ്ങളുണ്ട്, 92 ലക്ഷം അതായത് സ്കൂട്ടർ മോട്ടോർ സൈക്കിളും ഉണ്ട്. ഈ 92 ലക്ഷം മോട്ടോർ സൈക്കിൾ സഞ്ചരിക്കുന്ന ആരാണ്? എല്ലാം കോടീശ്വരന്മാരാണോ? സാധാരണ തൊഴിലാളികളും സാധാരണക്കാരുമല്ലേ? ഇത്രയും വലിയ ഒരു ഭാരം ഓരോ ലിറ്ററിലും അടിച്ചേൽപ്പിച്ചിട്ട് ഈ ജനത്തിന് മുഴുവനും ഇങ്ങനെ പിഴിയല്ലേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്തത്? ഇതിലൊരു മാറ്റം വരണ്ടേ? അപ്പൊ ഈ പ്രശ്നം അഡ്രസ് ചെയ്യാതെ ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്ന ഒരു നിലപാടല്ലേ ഇപ്പോൾ ഇവിടെ ചർച്ചയിലൂടെ കാണുന്നത്? അല്ല, ശ്രീ ബി എ പ്രകാശ്, അതിനകത്ത് നികുതി ഘടന ഇതിനകത്ത് ഡിസൈഡ് ചെയ്യുന്നത് കേന്ദ്രമല്ലേ? ഇപ്പോൾ തന്നെ വില കൂടുന്നത് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി വഴിയും സെസ് വഴിയുമാണ്. സംസ്ഥാനത്തിന് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയാൻ കഴിയുകയുമില്ല. അപ്പോൾ പിന്നെ കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ പിഴിയുന്നു, പർപ്പസ്ഫുള്ളി പിഴിയുകയാണ് എന്നൊക്കെ നമുക്ക് കടത്തി ആക്ഷേപിക്കാൻ കഴിയുമോ? അതാ ഞാൻ പറഞ്ഞത്, അതായത് കേന്ദ്ര സർക്കാർ ഏതാണ്ട് 100 രൂപയിൽ ഒരു ലിറ്റർ പെട്രോളിന്റെ വില ഏതാണ്ട് 100 രൂപയായിരുന്നപ്പോൾ 33 രൂപയാണ് കേന്ദ്ര സർക്കാർ പിഴിഞ്ഞെടുത്തത്. എന്ത് ന്യായീകരണമാണുള്ളത്? ശരി, ബി ജെ പിയുടെ പ്രതിനിധി സിബി ഉണ്ണികൃഷ്ണൻ നോക്കൂ, ഇതിനകത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്തുണ്ട്. ഇപ്പോ ഈ ഇന്ധന വില ഇങ്ങനെ കൂട്ടുന്നത് പോലും കേന്ദ്രം വേറെ വരുമാന മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ഇങ്ങനെ കൂട്ടി വെക്കുന്നത്. കാരണം കേന്ദ്രം പോലും കടുത്ത വരുമാന ദാരിദ്ര്യം അനുഭവിക്കുന്ന കാലമാണ്. സംസ്ഥാനങ്ങളുടെ സ്ഥിതിയും അതാണ്. കാരണം ഈ പറയുന്ന മദ്യവും മറ്റേ 1-2 സംഗതി അല്ലാതെ വേറെ ഒന്നിനും നികുതി പിരിക്കാൻ കഴിയാത്ത നിലയുണ്ട്. നമുക്ക് ചെലവിനിട്ട് കുറവുമില്ല എന്നറിയാമല്ലോ. അതുകൊണ്ടാണ് UP അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ പരിപാടി പറ്റില്ല എന്ന് പറയുന്നത്.
വില കുറയ്ക്കാൻ വേറെ മാർഗങ്ങളുള്ളപ്പോ ഇത് സംസ്ഥാനങ്ങൾ ഒബ്ജക്ട് ചെയ്യുന്നതുകൊണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് മുഴുവൻ അവരുടെ തലയിലേക്ക് ഭാരം വെക്കുന്നത് ശരിയാണോ ശ്രീ ഉണ്ണികൃഷ്ണൻ? അല്ല, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുള്ളത്, ഒന്ന്, ഈ കേരളം ഇത്ര വലിയ ബഹളവും അല്ലെങ്കിൽ ഇത്രയും വലിയ സംസ്ഥാനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുള്ള ഒരു നിലപാടെടുക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ, താങ്കൾ തന്നെ സൂചിപ്പിച്ചു, കേരളത്തിന് ആകെയുള്ള വരുമാനം മദ്യവും പെട്രോളും മാത്രമാണ്. അതിനാരാ ഉത്തരവാദി? കേന്ദ്ര ഗവൺമെന്റ് അല്ല ഒരു ഉത്തരവാദി. മറ്റൊരു തരത്തിലുള്ള വരുമാനവും കേരളത്തിൽ ഇല്ലാത്തതിന് കാരണം കേന്ദ്ര ഗവൺമെന്റ് അല്ല, അത് കേരളം കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലം ഭരിച്ച രണ്ട് മുന്നണികൾ തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വരുമാന സ്രോതസ്സെല്ലാം കേന്ദ്ര സർക്കാർ GST വഴി പിരിക്കുകയല്ലേ സാർ? ജനങ്ങൾ അല്ല, ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയാം, താങ്കൾക്ക് അവസരം ഞാൻ പറയട്ടെ. അപ്പോ ഇതില് GST ഉൾപ്പെടുത്തിയാൽ നേട്ടം ജനങ്ങൾക്കാണ്. 100% സ്ലാബ് വർദ്ധിപ്പിച്ചാൽ പോലും ഒരു 86 രൂപയ്ക്ക് ഈ പെട്രോൾ വിൽക്കാൻ കഴിയും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിഷയം ആദ്യം കേരള പോലുള്ള ഗവൺമെന്റുകൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ GST ഉൾപ്പെടുത്താത്തത്? GST ഉൾപ്പെടുത്തുന്ന എതിരായിരുന്നു. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു GST ഉൾപ്പെടുന്ന ഞങ്ങൾ എതിരായിരുന്നില്ല എന്ന്. നിങ്ങളുടെ ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം വന്നിട്ടുള്ള വാർത്ത എന്താ? KN ബാലഗോപാല് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പ്രതിപക്ഷങ്ങളെ സംഘടിപ്പിച്ച് GST ഉൾപ്പെടുത്തുന്ന എതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിലപാട് എതിരായിട്ട് തന്നെയാണ്. അപ്പൊ ആ കാര്യത്തിൽ KN ബാലഗോപാൽ വളരെ കൃത്യമായി ഞങ്ങൾ അതിന് അനുകൂലമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? നിങ്ങൾ ജനങ്ങൾക്കൊപ്പമല്ല, ഈ ഗവൺമെന്റ് ജനങ്ങൾക്കൊപ്പമല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, കേരളത്തിന്റെ വരുമാന നഷ്ടം ഉണ്ടാകും, ഞാൻ അംഗീകരിക്കുന്നു. അതിന് കാരണം ഇതല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, കേന്ദ്രം എന്ന് പറയുന്നത് താങ്കൾ സൂചിച്ചു, കോവിഡിന്റെ ഒരു കാലഘട്ടം, വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടം, 138 കോടി ജനങ്ങളുടെ കാര്യം നോക്കേണ്ട ഒരു രാജ്യം, നോക്കേണ്ട രാജ്യത്തെ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ ഡിഫൻസ്, ആരോഗ്യം, അതുപോലെ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നോക്കേണ്ട വലിയ ബാധ്യത കേന്ദ്ര ഗവൺമെന്റ്. സംസ്ഥാനം, കേരളം പോലെ സംസ്ഥാനങ്ങൾക്കുള്ള ബാധ്യത എന്ന് പറയുന്നാൽ ഒരു 3.5 കോടി ജനങ്ങളെ, 3 കോടി ജനങ്ങളെ നമ്മുടെ നാട്ടിലോ, ആ 3 കോടി ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ ആവശ്യമായ സംവിധാനം പോലും ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ, അതിന് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിരുന്ന കാര്യം. ഇതുവരെയുള്ള ചർച്ച പലപ്പോഴും പറഞ്ഞിരുന്നു GST ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുന്നില്ല. GST വിഷയം ഉന്നയിച്ച സമയത്ത് അത് ചർച്ച ചെയ്യാൻ പോലും, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് സ്ലാബ് ഉണ്ടാക്കണമെന്ന് പറയാലോ. ഇപ്പൊ 28 സ്ലാബ്, അത് 50 ആക്കാൻ വേണമെങ്കിൽ, അത് വേണമെങ്കിൽ 100% വേണ്ടി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് GST കൌൺസിലിൽ ഈ വിഷയം മുന്നോട്ട് വെച്ചത്. അപ്പൊ കേരളം പോലുള്ള സംസ്ഥാനം, ഏറ്റവും അധികം എതിർത്തുള്ള സംസ്ഥാനങ്ങളൊന്നും കേരളം, മറ്റു പല സംസ്ഥാനങ്ങളും എതിർത്തിട്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ കുറവുണ്ട്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത്ര പ്രശ്നമില്ലെന്ന്. ഉത്തർപ്രദേശും ഗുജറാത്തും മഹാരാഷ്ട്ര പോലെ സംസ്ഥാനങ്ങൾക്ക് ഇത്ര പ്രശ്നമില്ല. കേരളത്തിന്റെ ആകെയുള്ള വരുമാനം മദ്യവും ലോട്ടറിയും പെട്രോളും മാത്രമാണ് കേരളത്തിന്റെ വരുമാനം. മഹാരാഷ്ട്ര ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഒബ്ജക്ഷൻ ഉന്നയിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോ ഉത്തർപ്രദേശ് ഒബ്ജക്ഷൻ ഉന്നയിച്ചിരിക്കുന്നുവെന്ന വിവരം പുറത്തു വരുന്നു. പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ്. പ്രശ്നം ഈ സ്റ്റേറ്റുകൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ പൈസ ഇല്ല എന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ. താങ്കൾ പറഞ്ഞല്ലോ കേരളത്തിന് മദ്യവും ഈ ഇന്ധനവും അല്ലാതെ വേറെ വരുമാന മാർഗമില്ലെന്ന്. കേന്ദ്ര സർക്കാരിന് ഇന്ധനക്കൊള്ളയല്ലാതെ വേറെ വല്ല വരുമാന മാർഗവും ഉണ്ടോ? ഇതിങ്ങനെ കൂട്ടി കൊള്ളയടിക്കുന്നല്ലാതെ വേറെ എന്താണ് മാർഗം? ഇന്ധനക്കൊള്ള, അല്ലെങ്കിൽ പൊതുസ്വത്ത് വിൽക്കൽ, സ്വകാര്യവൽക്കരണം, ഇതുപോലെ അല്ലാതെ വേറെ എന്ത് വരുമാന മാർഗമാണ് പുതുതായി വിഭാവനം ചെയ്തിട്ടുള്ളത്? അതൊക്കെ സ്ഥിരമായുള്ള ചില പല്ലവികളും, കോർപ്പറേറ്റ് ഇന്ധന ഉൽപ്പന്ന മറ്റതിങ്ങനെ പറയുന്നുണ്ട്. താങ്കൾ ഉദാഹരണം പറയൂ. താങ്കൾ പറഞ്ഞു കേരളത്തിൽ മദ്യവും ഇന്ധനവും മാത്രമേ ഉള്ളൂവെന്ന്. അതല്ലാതെ മറ്റ് വരുമാന മാർഗങ്ങൾ കണ്ടെത്തിയ സംസ്ഥാനങ്ങളുടെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ തന്നെയോ പദ്ധതികളുടെ 1-2 ഉദാഹരണം പറയൂ. അല്ലെന്ന് ഞാൻ പറയില്ല. രാജ്യത്ത് ദേശീയ തലത്തിലുള്ള വരുമാനത്തിന്റെ ഭാഗം GST നടപ്പിലാക്കിയിട്ടുണ്ട്. GST നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് ടാക്സുകൾ കേന്ദ്ര ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റുകളും വ്യത്യസ്തമായ ടാക്സുകളുണ്ട്. ഇതിന്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളത്, നിരവധി വ്യവസായ മേഖലയിൽ നിന്ന്, കാർഷിക മേഖലയിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റ് സർവീസ് മേഖലയിൽ നിന്ന്, ഇത്തരം നിരവധി മേഖലകളിൽ നിന്നുള്ള വരുമാനം കേന്ദ്രത്തിനുണ്ട്. അതുകൊണ്ടാണല്ലോ -24 ആയിരുന്ന വരുമാനം ഇപ്പൊ 20.1 എന്ന രീതിയിൽ സാമ്പത്തികമായി ഉയർന്ന കാര്യങ്ങൾ നമ്മുടെ കേന്ദ്രത്തിന്റെ വരുമാനമുണ്ട്. ഞാൻ പറഞ്ഞ വരുമാനത്തിന്റെ അല്ല, ആ വരുമാനം ചെലവാക്കാൻ ധാരാളം ഇതിന് മേഖലകളുണ്ട്. സൗജന്യമായിട്ട് കോവിഡ് വാക്സിൻ നൽകുന്നു, കർഷകർക്ക് പണം നൽകുന്നു. ഈ രാജ്യത്ത് 138 കോടി ജനങ്ങളുടെ കാര്യങ്ങൾ വലിയ രീതിയിൽ നോക്കേണ്ട ബാധ്യതയുണ്ട്. പക്ഷെ കേരളം പോലെ സംസ്ഥാനങ്ങൾ എന്താ, ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരാ ഉത്തരവാദി? അതിന് കേന്ദ്രമാണ് ഉത്തരവാദി. അരനൂറ്റാണ്ടിലേറെ കാലം ഈ നാട് ഭരിച്ചിട്ട് ഈ പെട്രോളിന്റെ വരുമാനം കൊണ്ട് മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദി ആരാ? ഇതിനേക്കാൾ വലിയ ക്രൈസിസ് ഉണ്ടായിരുന്ന കാലത്ത് 85 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ പെട്രോളിനുള്ള വില.
നിങ്ങൾ ഭരിക്കുമ്പോൾ 103 രൂപ പെട്രോളിന് വിലയായി. ഈ പെട്രോൾ വില ഇങ്ങനെ കൂട്ടിയാൽ മാത്രമേ നിൽക്കാൻ കഴിയൂന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കേരളത്തിന്റെ കാര്യത്തിൽ മാത്രമാണോ ഈ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക? ഇതിനേക്കാൾ വലിയ സാമ്പത്തിക ക്രൈസിസ് ലോകമാകെ സാമ്പത്തിക മാന്ദ്യത്തിൽപ്പെട്ട് ഉലഞ്ഞപ്പോ ഇവിടെ വില കൂടിയിട്ടില്ല ഇത്രയും. ഇതിന് മുൻപും സൗജന്യങ്ങൾ കൊടുത്തിട്ടുള്ള സർക്കാരുകളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇതിനു മുമ്പ് സൗജന്യ വാക്സിനും സൗജന്യ പ്രോജക്ടുകളും ഉണ്ടായിരുന്ന കാലമാണ് കടന്നുപോയത്. ഇത്രയും സ്വകാര്യ സ്ഥാപനങ്ങൾ വിൽക്കാതെ പൊതുമേഖലയിൽ നിലനിർത്തിയ കാലമാണ് കഴിഞ്ഞു പോയത്. അപ്പോഴൊക്കെയും പെട്രോളിന് 103 ആയിട്ടില്ല സാർ. നിങ്ങൾ പെട്രോളിന് 103 ആക്കി കൊള്ളയടിച്ചിട്ടാണ് നിങ്ങൾ റൺ ചെയ്യുന്നത്, രാജ്യം റൺ ചെയ്യുന്നത്. ഞാൻ പറയാം, ഞാൻ പറയാം. ഇതുപോലൊരു മഹാമാരി ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റിനും നേരിടേണ്ടി വന്നിട്ടില്ല. താങ്കൾക്കറിയാം, ലോകത്തിനും നേരിടേണ്ടി വന്നിട്ടില്ല, നമ്മുടെ രാജ്യത്തിനും നേരിടേണ്ടി വന്നിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. വാക്സിനേഷന്റെ കാര്യത്തിലായാലും ഇതിന്റെ പ്രതിരോധ കാര്യത്തിലായാലും ശരി, ഭക്ഷണ കാര്യത്തിലും ഇതുപോലൊരു പ്രതിസന്ധി ലോകത്തിനും ഇന്ത്യക്കും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ടും. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിന് പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് GSTയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ചർച്ച ചെയ്യാം. 28 എന്നുള്ള സ്ലാബ് 50 ആക്കാൻ വേണമെങ്കിൽ, 50 100 ആക്കാൻ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാത്ത രീതിയിൽ ഈ കാര്യത്തിൽ ഇവിടെ ചർച്ച വേണ്ട എന്ന രീതിയിലൊരു നിലപാട് സംസ്ഥാനങ്ങൾ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ എടുക്കുന്നു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വെറുതെ ഉടക്കുകയല്ലോ, അവർക്ക് വേറെ നിവൃത്തിയില്ല. ഞാൻ ചോദിക്കുന്നത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് പോകുന്ന എന്തിനാണ്? GST പ്രഖ്യാപിച്ചപ്പോൾ തന്നെ 8-10 വർഷത്തേക്ക് എന്തായാലും പെട്രോളിന്റെ കാര്യം ആലോചിക്കുന്നില്ല എന്ന് കേന്ദ്രം തന്നെ പറഞ്ഞു. കാരണം 8-10 വർഷം കൊണ്ട് അതിനകത്ത് നല്ലപോലെ ഊറ്റാനുണ്ട് എന്നതുകൊണ്ടാണ്. ഇപ്പൊ ഈ എടുക്കപ്പെട്ട ഇനീഷ്യേറ്റീവ് എടുക്കുന്ന എന്തിനാണ്? 103 രൂപ പെട്രോൾ വിലയും വെച്ചിട്ട് വോട്ട് ചോദിക്കാൻ പ്രയാസമുണ്ട്. ഞാൻ ചോദിക്കും, ഇത്രയും കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സിലേക്ക് പോകേണ്ട കാര്യമല്ലോ ശ്രീ ഉണ്ണികൃഷ്ണൻ. ഈ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയിൽ കുറച്ച് കുറവ് വരുത്തിയ നല്ലപോലെ പൈസ കുറയില്ലേ? ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് വിഹിതം കിട്ടാത്ത അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി അത് കൂട്ടി വെച്ചിരിക്കല്ലേ? അത് കുറച്ചൊന്ന് കുറച്ചാൽ ഈ ഭാരം കുറയും. പിന്നെ നമുക്ക് പതിയെ വഴിയെ ആലോചിക്കാം. സംസ്ഥാനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന മുറയ്ക്ക് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അല്ല നിഷാദെ, ഞാൻ പറയാം നിഷാദെ, ഇത് കേന്ദ്രത്തിന്റെ തലയിലേക്ക് മാത്രം നിങ്ങൾ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തേണ്ട ആവശ്യമില്ല. കേന്ദ്രം പോസിറ്റീവായിട്ടുള്ള നിലപാടെടുക്കുന്നു. നമുക്കിത് GSTയിൽ ഉൾപ്പെടുത്താം. GSTയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ GSTയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കെട്ടിക്കുഞ്ഞുങ്ങളെ സൂചിപ്പിച്ചില്ല. ആ നഷ്ടങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ടാണല്ലോ നിലപാടെടുക്കുന്നത്. കേന്ദ്രത്തിന് ഒറ്റ നിലപാടുള്ളൂ. ഉത്തർപ്രദേശ് ഒരു നിലപാടും, മഹാരാഷ്ട്രയ്ക്ക് വേറെ നിലപാടും, ഗുജറാത്തിന് വേറെ നിലപാടില്ല. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ ഒന്നാണ്. സംസ്ഥാനങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം, അത് പരിഹരിക്കപ്പെടാം. KT കുഞ്ഞിക്കണ്ണനും ഒരു ഘട്ടത്തിലും ഞങ്ങൾ GST ഉൾപ്പെടുത്തുന്നതിനെതിരല്ല എന്ന് അദ്ദേഹം പറഞ്ഞു, ഇവിടെ തന്നെ പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം അതിന് ബാലഗോപാൽ എതിരാണെന്ന് പറയുന്നുണ്ട്, അദ്ദേഹം എതിരല്ല. അതിന് നഷ്ടപരിഹാരങ്ങൾ അത് ചർച്ച ചെയ്താൽ തീരുമാനിക്കാലോ. ഇപ്പൊ 28% ലാസ്റ്റ് സ്ലാബ് 50 ആക്കാൻ വേണമെങ്കിൽ, 100% ആക്കിയാൽ പോലും വേണമെങ്കിൽ അത് ചർച്ചയിലേക്ക് വരാനുള്ള സാഹചര്യം ഇതിനല്ല. പക്ഷെ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കോമ്പൻസേഷന്റെ വിതരണത്തിൽ നിങ്ങൾ കടുത്ത അനീതി കാണിക്കുന്നുണ്ട്. കോമ്പൻസേഷൻ വിതരണത്തിൽ കടുത്ത അനീതിയും ലാഗും വൈകലും കാണിക്കുന്നുണ്ട്. അത് തന്നെ പ്രശ്നമാണ്. അതിനിടയ്ക്ക് ഇതുകൂടി കൊടുക്കാൻ പറ്റുമോ എന്ന പ്രശ്നം വേറെ കിടക്കാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഹരിദാസനോടൊപ്പം പ്രോപ്പർ ചാനൽ എന്ന സംഘടനയോട് പ്രതിനിധിച്ചു. ഹരിദാസ്, ഇതിപ്പോ വന്ന് കേരളത്തിൽ ഇന്ധനവില കുറയാത്തതിന്റെ കാരണക്കാരൻ KN ബാലഗോപാൽ മാത്രമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയോ? ഇതിലെ ഈ നമ്മുടെ കേന്ദ്രം ഒരുക്കിയ ഒരു ട്രാപ്പിലേക്ക് ഭംഗിയായിട്ട് ഒരു 5-8 സംസ്ഥാനങ്ങളെ കയറിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നേതൃത്വം ശ്രീ KN ബാലഗോപാലെ ഏറ്റെടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാളെ ഇവർക്ക് തീർച്ചയായിട്ടും പറഞ്ഞു നിൽക്കാലോ, ഞങ്ങള് GSTയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു, അതിനെ KN ബാലഗോപാൽ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി മുൻകൈ എടുത്തിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ സംഘടിച്ചു. ശ്രീ ഉണ്ണികൃഷ്ണൻ വാചാലനാവുമ്പോൾ ഉണ്ണികൃഷ്ണനോട് ചോദിക്കാനുള്ളത് ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ താങ്കളോട് ചോദിച്ചു തന്നെയാണ്. നിങ്ങൾക്കിതിൽ കേന്ദ്രത്തിന് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലെ ഒരു ദോശ ചുടുന്ന ലാഘവത്തോടു കൂട്ടല്ലേ ബില്ലുകൾ ചുട്ടെടുത്തിട്ടുള്ളത്? കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ ചോദിച്ചില്ലേ ഇതൊരു ശരിയായ രീതിയാണോ ഇങ്ങനെ ബില്ലുകൾ പാസ്സാക്കി എടുക്കുന്നത് എന്ന്? അപ്പോ നിങ്ങൾക്ക് കേന്ദ്രത്തിന് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ഞാൻ വിഷയത്തിലേക്കാണ് വരുന്നത്, ദയവ് ചെയ്തിട്ട് ഞാൻ വിഷയത്തിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ GSTയിലേക്ക് ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കിക്കൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് കേന്ദ്രത്തിന് ജനങ്ങൾക്ക് ഈ ഭാരം താങ്ങാനാവില്ല? നിങ്ങളുടെ പ്രധാനമന്ത്രി ആദ്യമായിട്ട് ജനങ്ങളെ വഞ്ചിച്ചത് എന്താ? ഒരു രാജ്യം ഒറ്റ നികുതി എന്ന് പറഞ്ഞിട്ടല്ലേ? എന്നിട്ട് ഒരു രാജ്യം ഒറ്റ നികുതി എന്ന് പറഞ്ഞ ജനങ്ങള്, ഇന്ത്യയിലത്തെ ഒരു 50% ജനങ്ങൾ വിശ്വസിച്ചത് എന്താ? ഒരു സ്ലാബുള്ള നികുതിയാണ് GSTയിൽ വരിക എന്നാണ്.
അവിടെയാണ് നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ വഞ്ചന നടന്നത്. 3 സ്ലാബാക്കിയിട്ട് മാറ്റി നിങ്ങളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾക്ക് ഇഷ്ടമുള്ള നികുതി, നിങ്ങൾക്ക് കേന്ദ്രത്തിന് കൂടുതൽ വിഹിതം കിട്ടുന്നതിന് നിങ്ങൾ കൂടുതൽ വിഹിതമുള്ള സ്ലാബിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ന്യായീകരണങ്ങൾ 50% 100% സംസ്ഥാനങ്ങളുടെ വിഭവ സമാഹരണത്തിന്റെ എന്തെങ്കിലും ഒരു ഉദാഹരണം മറ്റ് സംസ്ഥാനങ്ങളുടെ പറയാൻ പറഞ്ഞതിൽ നിന്ന് താങ്കൾ വളരെ ഭംഗിയായിട്ട് ഒഴിവായി. ഞാനിത് സൂമിലാണ് പങ്കെടുക്കുന്നത്. എന്നോട് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ കാണിക്കുന്നത് ആത്മവഞ്ചനയാണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള ചർച്ചയാണ്. നിങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ അന്തർദേശീയ വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയ്ക്ക് ആനുപാതികമായിട്ടുള്ള നിലയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഡീസലും പെട്രോളും കൊടുക്കാൻ സാധിക്കില്ല. ഇവിടെ ഈ ധനകാര്യ വിദഗ്ധനായ ശ്രീ പ്രകാശ് പറഞ്ഞ കാര്യത്തിനോട് 100% യോജിച്ചുകൊണ്ട് പറയുകയാണ്. ഇന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രാജ്യത്തിന്റെ ആത്മാവാണ്. ആ ഇന്ധനത്തിലൂടെയാണ് ഒരു സാധാരണക്കാരനായ നികുതിദായകന്റെ എല്ലാവിധ ജീവിത ദിനചര്യങ്ങളും ചിട്ടപ്പെടുത്തുന്നത് ഇന്ധനത്തിലൂടെയാണ്. ആ ബോധം വരാത്തൊരു സർക്കാരാണ് കേന്ദ്രം ഇന്ന് ഭരിക്കുന്നത്. നിങ്ങളുടെ അശാസ്ത്രീയമായ GSTയും നിങ്ങളുടെ അശാസ്ത്രീയമായ നോട്ട് നിരോധനവും നിങ്ങളുടെ ഈ പൗരത്വ ബില്ലും ഈ രാജ്യത്തിന് വരുത്തി വെച്ചിട്ടുള്ള ആഘാതം ഇനിയും മാറിയിട്ടില്ല. പൗരത്വ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തിൽ നിന്ന് മാറരുതെന്ന് പറയരുത്. ചില കാര്യങ്ങളൊക്കെ കൂട്ടി പറയാതിരിക്കാൻ നോട്ടില്ല. ശ്രീ കുഞ്ഞിക്കണ്ണൻ താങ്കളോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അഞ്ചു വർഷത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് 39,488 കോടി രൂപ സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം നിങ്ങൾ നിശ്ചയിച്ച നികുതി പ്രകാരം നിങ്ങൾക്ക് കിട്ടി. GST അല്ല. ഇപ്പൊ സ്റ്റാലിൻ ഈ ഒരാഴ്ച മുമ്പ് 3 രൂപ കുറച്ചു കൊടുത്തു. ഒരു ആർഗ്യുമെന്റ് നടത്തിയില്ല. കേന്ദ്രമല്ലേ കുറയ്ക്കേണ്ടത്, കേന്ദ്രമല്ലേ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടങ്ങിയ ആർഗ്യുമെന്റ് ഒന്നും കുറച്ചില്ല. അപ്പൊ 39,488 കോടി രൂപ നിങ്ങൾക്ക് നികുതി വിഹിതം കിട്ടിയിട്ട് സംസ്ഥാനത്തിന്റെ ദാരിദ്ര്യം മാറ്റാൻ പറ്റാത്ത നിങ്ങൾ ഇനി GST കൊണ്ടുവന്നിട്ട് ഉണ്ടാവണ ആപത്തിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെടുക? ഇപ്പൊ നിങ്ങളാണ് നികുതി വിഹിതം. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഇന്നത്തെ പത്രത്തിലല്ലേ 500 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കടമെടുത്തിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് കണ്ടു 2000 കോടി രൂപ കടമെടുത്തു. അന്നന്ന് കടമെടുത്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിക്കണം. അപ്പൊ നികുതി നിങ്ങൾക്ക് നിശ്ചയിക്കാൻ സംസ്ഥാനത്തിന്റെ സെയിൽ ടാക്സ് എന്ന് പറയുന്ന നികുതി നിങ്ങൾ വാങ്ങുമ്പോഴും നിങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളോട് നീതി പുലർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. 1 രൂപ നിങ്ങൾ ഇന്ധനത്തിന്റെ പേരിൽ നിങ്ങൾ കുറച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റുകൾക്ക് എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും കൂടിയിട്ട് കേന്ദ്രം ഇന്ത്യയിലത്തെ ജനങ്ങളെ കളിയാക്കുമ്പോ സംസ്ഥാനം ഈ കാര്യത്തില് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് 50%-നും 80%-നും ഇടയ്ക്ക് ഒരു GST കൊണ്ടുവന്ന് ഈ ഇന്ധന വില ഒരു 86 രൂപ 90 രൂപയിലേക്ക് ആക്കാൻ സാധിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. നിങ്ങൾ അനാവശ്യമായ യാതൊരുവിധ കുലകുളി ബന്ധം പോലും ഇല്ലാത്ത ആർഗ്യുമെന്റ്സ് പറഞ്ഞിട്ട് ഈ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്. പക്ഷെ ഈ പരിധിയുണ്ട്, എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് തൊട്ടപ്പുറത്ത് MK സ്റ്റാലിൻ 3 രൂപ കുറച്ചു, നിങ്ങൾക്ക് കുറച്ചുകൂടെ, കാരണം സാധാരണയിൽ കൂടുതൽ നികുതി വരുമാനം ഇപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്നാണ്. അല്ല, ഇവിടെ BA പ്രകാശും അതേപോലെ തന്നെ ഹരിദാസും ഉണ്ണികൃഷ്ണ മാഷൊക്കെ പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് പ്രതികരിക്കേണ്ടതുണ്ട്. അല്പം സമയം തരണം. ആദ്യം തന്നെ BA പ്രകാശ് അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തോട് ഞാൻ വിനയപൂർവ്വം ഓർമ്മിക്കുകയാണ്, പെട്രോളിന്റെ വില നിർണ്ണയത്തിന്റെയും വിതരണത്തിന്റെയും മണ്ഡലത്തിൽ നിന്ന് മാത്രമേ ഇന്ന് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ല. BA പ്രകാശിനെ പോലുള്ള സാമ്പത്തിക വിദഗ്ധർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. 90കൾക്ക് ശേഷം നമ്മുടെ രാജ്യം 80കളുടെ അവസാനമാകുമ്പോഴേക്കും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഖനനത്തിന്റെയും സംസ്കരണത്തിന്റെയും അതിന്റെ വിതരണത്തിന്റെയും രംഗത്ത് നമ്മൾ സ്വയം പര്യാപ്തയിലേക്ക് കുതിച്ച രാജ്യമാണ്. ONGC ലോകത്തിലെ ഏത് എണ്ണ കമ്പനികളോടും മത്സരിക്കാവുന്ന ഘട്ടത്തിലേക്ക് വളർന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ വളർന്ന കമ്പനികളുടെ ONGCയുടെ ഉടമസ്ഥയിലുള്ള നിരവധി പെട്രോളിയം, ഇപ്പോൾ ബോംബെ ഹൈൽ ഉൾപ്പെടെ നിരവധി പെട്രോളിയം ഖനികളും വിതരണ ശൃംഖലകളും സംസ്കരണ ശൃംഖലകളും ഒക്കെ സ്വകാര്യവൽക്കരിച്ച് കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ NDA UPA സർക്കാരുകൾ ഈ രാജ്യത്ത് മത്സരിച്ചു. അതിന്റെ ദുരന്തഫലമാണ് ഉൽപാദന രംഗത്ത് ഇപ്പോൾ നമ്മൾ
അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. മുംബൈ ഹൈയിൽ കുഴിച്ചെടുക്കുന്ന പെട്രോളും ചിലപ്പോൾ എന്താണ്, അതൊരു അന്താരാഷ്ട്ര കമ്പനിയാണെങ്കിൽ അവരും നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് അന്താരാഷ്ട്ര വിലയായിട്ടാണ് വിലയുമായിട്ട് വില കൊടുത്താണ് അത് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ പെട്രോളിയം ഉൽപാദന ഖനന വിതരണ രംഗത്തുണ്ടായ സ്വകാര്യവൽക്കരണ നയങ്ങളാണ് ഇന്നത്തെ ദുരന്തത്തിലേക്ക് എത്തിച്ചത്. ആ സ്വകാര്യവൽക്കരണ നയത്തെ സംബന്ധിച്ച് നിശബ്ദത പാലിച്ചിട്ട് സംസ്ഥാനങ്ങളുടെ എല്ലാ വിഭവങ്ങളും വരുമാന മാർഗങ്ങളും നികുതി സ്രോതസ്സുകളും കവർന്നെടുത്ത GST കൊണ്ടുവന്ന ഒരു സർക്കാരിനെയും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, ഒരു ഫെഡറൽ യൂണിറ്റിലെ ഒരു പാവ സംസ്ഥാനത്തെ ഒരു ഗവൺമെന്റിനെയും താരതമ്യം ചെയ്ത് ഒരു ബന്ധവുമില്ലാത്ത സമീകരണം നടത്തി. ഇവിടെ ഹരിദാസനും VA പ്രകാശും ഒക്കെ എന്ത് സിദ്ധാന്തമാണ്, എന്ത് തത്വശാസ്ത്രമാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരള ഗവൺമെന്റ് ജനങ്ങൾക്ക് ഒരുപാട് സൗജന്യങ്ങൾ, ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഗവൺമെന്റാണ്. അത് ജനങ്ങൾക്കറിയാമത്. പക്ഷെ പെട്രോളിയം വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിഷയങ്ങളെ അതിന്റെ ശരിയായ സാമ്പത്തിക രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയണം. സംസ്ഥാനങ്ങളുടെ വിഹിതം ഉപേക്ഷിക്കണമെന്നാണോ പറയുന്നത്? എന്താണ് ഉണ്ണികൃഷ്ണൻ മാഷ് ഇവിടെ എന്നോട് ചോദിക്കുന്നുണ്ട്. ബാലഗോപാൽ പറഞ്ഞത് GST എതിർക്കും. GST ഞങ്ങൾ എന്താ എതിർക്കുന്നത്? ഞങ്ങൾക്ക് GST ഉൾപ്പെടുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്താണ്, സംസ്ഥാനങ്ങൾക്ക് അതിനനുസൃതമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്ന കോമ്പൻസേഷൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ടാവണം. ആ വ്യവസ്ഥയുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. അതെല്ലാമാണ് എതിർപ്പിന്റെ പ്രതിഷേധത്തിന്റെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. സംസ്ഥാനത്തെയും ഇന്ത്യയിലെയും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പെട്രോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ധനമെന്ന നിലക്ക് അതിന് ഏറ്റവും കുറഞ്ഞ വിലക്ക് ജനങ്ങൾക്ക് ലഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ എന്തെല്ലാം സെസ്സുകളാണ്, എത്ര അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയാണ് വർദ്ധിപ്പിക്കുന്നത്? അതിലൂടെ 2020 മാത്രം 2.3 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കൊള്ളയടിച്ചത്. ആ 2.3 ലക്ഷം കോടി രൂപ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഈ കോവിഡ് കാലത്ത് സൗജന്യ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതിന്റെ വലിയ വിഹിതം ആർക്കാണ് പോയത്? ഇന്ത്യയിലെ വൻകിട കമ്പനികൾക്കാണ്, കോർപ്പറേറ്റുകൾക്കാണ്. കടമെടുത്ത് മുങ്ങിയ കള്ളന്മാരായ വിജയമല്യമാരുടെ പണം എഴുതിത്തള്ളുന്നതിലേക്കാണ് പോയത്. ഈ കാര്യം കാണാതെ കോർപ്പറേറ്റ് സേവയുടേതായ ഒരു നിയോ ലിബറൽ പരിഷ്കാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ അവസ്ഥയുണ്ടായിരിക്കുന്നത്. ഇപ്പോ ഒരു ഫെഡറൽ യൂണിറ്റ് എന്ന നിലക്ക് സംസ്ഥാനത്തിന്റെ അധികാരം പ്രധാനമാണ്. ഉണ്ണികൃഷ്ണൻ മാഷേ, നിങ്ങൾ ഏകാത്മകമായ ഒരു ഭരണകൂടവും ഏക നികുതി വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ കാൽക്കീഴിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത ഫെഡറൽ യൂണിറ്റുകളുടെ ഒരു സംഘാതമാണ്. ആ ഇന്ത്യൻ യൂണിയനില് ഒരു സംസ്ഥാനത്തിന് ഭരണഘടന അനുശാസിക്കുന്ന അധികാരങ്ങൾ, നികുതിക്കും വിഭവങ്ങൾക്കും മുകളിലുള്ള അധികാരങ്ങൾ, അതാണ് നിങ്ങൾ ഓരോ നിയമനിർമ്മാണം വഴി എടുത്തുകളഞ്ഞത്. അതിനെയാണ് ഹരിദാസ്, എത്ര നിയമങ്ങളാണ് നിങ്ങൾ ഏകപക്ഷീയമായി പാസാക്കുന്നത്? പാർലമെന്ററി ജനാധിപത്യത്തിലെ നടപടിക്രമങ്ങളെ പോലും പരിഹസിച്ചുകൊണ്ട് പാസാക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. സംസ്ഥാനങ്ങളെ വളരെ കഷ്ടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് ഈ സർക്കാർ എത്തിച്ചിരിക്കുന്നത്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും. പിന്നെ ഈ പെട്രോളിന്റെ മുകളിലുള്ള നികുതി വരുമാനമൊക്കെ വിഹിതം വെക്കുന്നത് ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യവും ഉണ്ണികൃഷ്ണൻ മാഷക്ക് അറിയാത്ത കാര്യമായിരിക്കില്ലല്ലോ, അറിയാമല്ലോ. അപ്പൊ നമ്മൾ കാണേണ്ട പ്രശ്നം, ഈ സംസ്ഥാനത്തിന്റെ താല്പര്യം, അതിന്റെ ഏകമായ റവന്യൂ വരുമാനം, ആ റവന്യൂ വരുമാനം നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ മാഷ് വയ്ക്കുന്ന 50 വർഷം ഭരിച്ചിട്ട് എന്താ അങ്ങനെയായിരുന്നതെന്ന്. ഇവിടെ ഒരു ഉപഭോഗ സമൂഹമാണിത്. ഈ ഉപഭോക്തൃ സമൂഹത്തിലെ പ്രധാനപ്പെട്ട സർക്കാരിന്റെ വരുമാനം എന്ന് പറയുന്നത് സെയിൽസ് ടാക്സ് ആണ്. നിങ്ങൾ ചരക്കുകൾക്കും സേവനങ്ങൾക്കും മുകളിൽ നികുതി ഏർപ്പെടുത്തുകയും ആ നികുതി കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന വഴി കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കുള്ള വരുമാന വിഹിതമാണ്, വരുമാന കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, നേരത്തെ അടിസ്ഥാന പ്രശ്നം 18% നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഇന്ധന വിലയിലെ കേന്ദ്ര വിഹിതം. ഇപ്പം അത് 69% കഴിഞ്ഞ് 70% എത്തിയിരിക്കുകയാണ്. 9 രൂപ 42 പൈസയായിരുന്നു നിങ്ങൾ വരുമ്പോൾ കേന്ദ്രം നികുതി ഇനത്തിൽ എടുത്തുകൊണ്ടിരുന്ന പൈസ. ഇപ്പം അത് 33 രൂപയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായ പരിശോധനയിൽ കേന്ദ്ര സർക്കാർ ഇന്ധന വിലയിൽ നികുതി കൂട്ടിക്കൂട്ടി വെച്ച് പ്രയാസമുണ്ടാക്കുകയാണ്. നമുക്ക് GST കുറിച്ച് ആലോചിക്കാം. അതിന് മുൻപ് ജനങ്ങൾക്കൊരു അല്പം റിലാക്സേഷൻ കൊടുക്കാം. ഈ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, വേറെ ആർക്കും കൊടുക്കാതെ കേന്ദ്രം മാത്രം എടുക്കുന്നത്, അതിലൊരു അല്പം കുറയ്ക്കണമെന്നൊരാലോചനയെ ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? നിഷാദെ, ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇപ്പൊ ഈ GST വന്ന സമയത്ത് അതിനാദ്യം അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത് കേരളത്തിന്റെ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്നു തോമസ് ഐസക് ആയിരുന്നു. 1600 കോടി രൂപയുടെ ലാഭമുണ്ടാകും, നേട്ടമുണ്ടാകും എന്നാണ് തോമസ് ഐസക് അന്ന് പറഞ്ഞത്. അതിനെ അനുകൂലിച്ച ആളാണ്
വൺ കൺട്രി വൺ ടാക്സ് എന്നുള്ള നിയമത്തെ അനുകൂലിച്ച ആളാണ് തോമസ് ഐസക് എന്ന കാര്യം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഒന്ന് ഓർമ്മിക്കണം എന്നാണ് എനിക്ക് പിന്നീട് അദ്ദേഹം സൂചിപ്പിക്കാൻ. തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം വരുമാനവുമായി ബന്ധപ്പെട്ട ഇംപ്ലിമെന്റേഷൻ കാര്യം. ലെവലിൽ അത് പരാജയപ്പെട്ടു നമുക്കറിയാം, എന്ന അഭിപ്രായവും തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാൻ പറയാം അത് പോട്ടെ. അല്ല ശരി, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ, തെറ്റല്ലോ. ഒരു ആശയം എന്ന നിലയ്ക്ക് GST കൊള്ളാം. പക്ഷേ അത് നടപ്പിലാക്കിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പൈസ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ തടഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇംപ്ലിമെന്റേഷൻ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഐസക് ഇറങ്ങിപ്പോയത് കേട്ടോ. അല്ലെന്ന് അതിപ്പോ ശരി അത് താങ്കൾ ഈ പറഞ്ഞ വിഷയം കേരളത്തിന്റെ മാത്രം വിഷയമല്ല. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾക്കും ഒരേ നിലപാടാണ്. കേരളത്തോട് ഒരു നിലപാടും UP-യോട് ഒരു നിലപാടും മഹാരാഷ്ട്രയോട് വേറെ നിലപാടുമല്ല. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങൾക്ക് ഒരേ നിലപാടാണുള്ളത്. അത് താങ്കൾ മനസ്സിലാക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ ചോദിച്ചു, കേന്ദ്രത്തിന് കിട്ടുന്ന 33 രൂപയാണ്, സ്റ്റേറ്റിന് കിട്ടുന്ന 23 രൂപയാണ്. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ, ഇത്ര ആരാധനയുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു 2 രൂപ കുറച്ചു കൊടുക്കുന്നില്ല? കേന്ദ്രം 130 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ്. പക്ഷെ സംസ്ഥാനത്തെ ജനങ്ങളുടെ അധികാരത്തിലേറി, ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ നേറിയ സർക്കാർ എന്നുള്ള എനിക്ക് എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ചെയ്ത പോലെ ഒരു 3 രൂപ കുറച്ചു കൊടുക്കുന്നില്ല? നിങ്ങൾ നികുതികരണം കുറച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായി രണ്ടും കുറഞ്ഞോളൂ. ഇതിനുവേണ്ടി ഇവിടെ മാത്രമായിട്ട് സമ്മർദ്ദം ചെലുത്തണ്ട. നിങ്ങളൊന്ന് നിങ്ങളും കുറയ്ക്കാൻ തീരുമാനിക്കുന്നു. നമ്മളിതിന്റെ നികുതി ഘടന ഒന്ന് കുറയ്ക്കുകയാണെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തും കുറയും, കേന്ദ്രത്തിലും കുറയും. നിങ്ങളത് പരമാവധി കൂട്ടിക്കൂട്ടി വെക്കുക. ഈ പാവം പിടിച്ച സംസ്ഥാനങ്ങൾ അതെല്ലാം കുറച്ച് നിങ്ങൾക്ക് നല്ല പേരുണ്ടാക്കി തരണം. അല്ല, എന്നിട്ട് നരേന്ദ്രമോദി നല്ല മനുഷ്യനെന്ന പേരുണ്ടാക്കി തരണം. ശരി, ഞാൻ പറയാം. താങ്കൾ പറഞ്ഞല്ലോ, രാജ്യത്തെ 135-ലധികം വരുന്ന ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ്. അതിന് ധാരാളം ചെലവുകളും ബാക്കി കാര്യങ്ങളുണ്ട്. സംസ്ഥാന ഒരു 3 കോടി ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന പോലുള്ള സംസ്ഥാന സംവിധാനം അല്ല ഉള്ളത്. 2014 മുൻപ് ഇവിടെ 19 വർഷം സർക്കാർ ഉണ്ടായിരുന്നു. ഇത്രയും അധികം കോടി മനുഷ്യരുടെ കാര്യവും നോക്കിയിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ സാമ്പത്തിക ക്രൈസിസ്, ലോകത്തെ അമേരിക്കയെ പോലും പിടിച്ചുലച്ച ക്രൈസിസ് ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്, ഈ ലോകത്ത് വന്നിട്ടുണ്ട്. അന്ന് കൂടിയിട്ടില്ല 100-ന് മുകളിൽ, 100 പറയാം. ശരി വേണ്ട, ഞാൻ പറയാം. അന്ന് ഈ രാജ്യത്തെ UPA സർക്കാർ കൊള്ളയടിക്കരുത്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്ന സർക്കാരായിരുന്നു. 2G സ്പെക്ട്രം, കൽക്കരി, ആകാശ കുംഭകോണം. ഈ സർക്കാർ ഉണ്ണികൃഷ്ണൻ മാഷെ, ഇന്ധനവില കൂടിയിട്ടില്ല. ഇതിൽ കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ ജനങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കാലമാണത്. ഞാൻ പറയാം. മേരി ജോർജ് എന്ന് പറയുന്ന വിദഗ്ധ, കേരളത്തിലെ നികുതി പിരിവ് കാര്യക്ഷമമല്ല, നികുതിയേതര വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാമെന്നും ഇതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് പറഞ്ഞത്. അപ്പൊ കേരളം നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ പരാജയമാണ്. കേരളം കൃത്യമായ രീതിയിൽ സാമ്പത്തിക സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന കടമെടുക്കുന്ന സംസ്ഥാനമായി, ഓരോ ആഴ്ചയിലും 1000-2000 കോടി രൂപ കടമെടുക്കുന്ന സംസ്ഥാനമായി മാറിയിട്ടുണ്ട്. അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. താങ്കൾ ഈ കാര്യങ്ങളല്ല, നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഗുജറാത്ത് പോലെ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി 21 എടുത്തു. ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നും മറികടക്കാൻ, പുക അന്തരീക്ഷത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇലക്ട്രിക് വാഹനങ്ങൾ നീങ്ങുന്നു. രാജ്യത്ത് നല്ലൊരു ശതമാനം ഇലക്ട്രിക് വാഹനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തും പച്ച ബോർഡ് വെച്ചിട്ടുള്ള വാഹനങ്ങളുടെ എണ്ണം കാണുന്നുണ്ടല്ലോ. അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പരിഹാരം എന്നുള്ള നിലയ്ക്ക് രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രയോജനപ്പെടുന്നു. പ്രധാനമന്ത്രി പറയുന്നു ഗുജറാത്ത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ പോളിസി 21 നടപ്പിലാക്കി. അത്തരത്തിലുള്ള കാര്യങ്ങൾ കേന്ദ്രം കുറയ്ക്കുന്ന പരിപാടിയില്ല എന്ന് താങ്കൾ ആവർത്തിച്ച് വ്യക്തമാക്കും. ശ്രീ ബി എ പ്രകാശനോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ബി എ പ്രകാശ്, എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ കുറച്ചതുപോലെ ഇവിടെ കുറച്ചുകൂടാ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു, അത് പാലിക്കുകയാണ് സ്റ്റാലിൻ ചെയ്തത്. ഇവിടെ തെരഞ്ഞെടുപ്പിന് മുൻപും ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നമുക്ക് മാത്രമായി പൈസ കുറയ്ക്കുക സാധ്യമല്ല എന്നതാണ്. സത്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ഉയർന്നുകൊണ്ടേയിരിക്കുന്ന വില നമ്മളിവിടെ റിസ്ക് എടുത്ത് ഭാരം ചുമന്ന് കുറയ്ക്കണം എന്ന് പറയുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതൊരു മോശം കീഴ്വഴക്കം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമല്ലേ? അല്ലെ, ഇവിടെ ശ്രീ TP കുഞ്ഞിക്കണ്ണൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഉദാരവൽക്കരണ, ആഗോളവൽക്കരണ, സാമ്പത്തിക നയങ്ങൾ, കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് വൽക്കരണം, മറ്റൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ അന്തർദേശീയ ഈ ഓയിൽ പ്രൈസസിന്റെ പ്രൈസിങ്, ഇമാതിരിയുള്ള വലിയ സബ്ജക്റ്റ്, ഇതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. അതായത്
നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് GST ആണ്. ഈ GST യുടെ കാര്യത്തിൽ നേരത്തെ ഞാനൊരു കണക്ക് പറഞ്ഞു. അതായത് 1 ലിറ്റർ പെട്രോളിൽ കേന്ദ്ര സർക്കാർ ഏതാണ്ട് 33 രൂപ, 33%. അതുപോലെ സംസ്ഥാന സർക്കാർ ഏതാണ്ട് 23% ടാക്സ്. ഇപ്പോൾ GSTയിൽ ലയിപ്പിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഒരു വലിയൊരു വിഷയമാണ്. എങ്കിൽ തന്നെയും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇന്ന് അവർ കളക്ട് ചെയ്യുന്ന ടാക്സിന്റെ ഒരു 1/3 കുറച്ചുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏതാണ്ട് 33 രൂപ ഏതാണ്ട്, അല്ലെങ്കിൽ 33% കളക്ട് ചെയ്യുന്നു. അതിലൊരു 1/3 അവർ കുറയ്ക്കട്ടെ. സംസ്ഥാന സർക്കാർ ഏതാണ്ട് 23 രൂപ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ 23% കളക്ട് ചെയ്യുന്നു. അവരും ഒരു 1/3 കുറയ്ക്കട്ടെ. ഈ 1/3 കുറച്ചാൽ തന്നെ ഏതാണ്ട് ഒരു 18-19 രൂപയുടെ കുറവ് വരുമല്ലോ 1 ലിറ്റർ പെട്രോളിൽ. ആ തരത്തിൽ ഈ പ്രശ്നത്തിനെ കാണാമല്ലോ. അല്ലാതെ നമ്മൾ കേന്ദ്രത്തിനെയും സംസ്ഥാനത്തെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ് നമ്മൾ ഒഴിയുന്നതിന് പകരം ഈ തരത്തിൽ കാണാം. പിന്നെ വേറൊരു കാര്യം, സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി വളരെ രൂക്ഷമാണ്. ഈ കേരള പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട് ഞാൻ 3 വർഷം. ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതി നല്ലോണം പഠിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാനത്ത് അധികാരത്തിരുന്ന സർക്കാരുകളുടെ വളരെ മോശമായിട്ടുള്ള ഒരു ധന മാനേജ്മെന്റിന്റെ ഒരു റിസൾട്ടാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ധനതൂർത്ത രാഷ്ട്രീയം. ആ തരത്തിലുള്ള മോശമായിട്ടുള്ള ധന മാനേജ്മെന്റിന്റെ ഒരു റിസൾട്ടാണ് അത്. UDF LDF തമ്മിലൊന്നും വലിയ വ്യത്യാസമില്ല. അത് നമ്മൾ കാണണം. അല്ലെ, പ്രകാശ്, നമ്മുടെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ചിറകരിഞ്ഞ GST എന്ന് പറയുന്ന സംവിധാനം വലിയ തോതിൽ അഫക്ട് ചെയ്തിട്ടില്ലേ? നമ്മളത് സമ്മതിക്കണ്ടേ? അല്ലല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. അതായത് തീർച്ചയായിട്ടും ഈ GST വന്നതോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങളിലേക്ക് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ കുറെക്കൂടെ സംസ്ഥാന സർക്കാരിന്റെ ധന അധികാരങ്ങളിലേക്ക് രംഗത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എങ്കിലും ഇപ്പൊ നിങ്ങളിപ്പോ GSTയിലേക്ക് വിടണ്ട. ഇത് ഇപ്പൊ ഇന്നത്തെ രീതിയിൽ തന്നെ തുടരട്ടെ. എങ്കിലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരു ശതമാനം ഞാൻ ഈ പറഞ്ഞ പോലെ 1/3 കുറയ്ക്കാൻ കഴിയില്ലേ അവർക്ക്? മാറണ്ട, നിങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് ഇത് മാറണ്ട. എങ്കിലും സംസ്ഥാന സർക്കാരിന് ഒരു 1/3 കുറച്ചുകൂടെ. ഇന്നിപ്പോ അവർ കളക്ട് ചെയ്യുന്ന ടാക്സിൽ കേന്ദ്ര സർക്കാർ 1/3 കുറച്ചുകൂടെ. ഒരുമിച്ച് കുറയ്ക്കണമെന്ന് പറയുന്നതിൽ ന്യായമുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് നമ്മൾ മാത്രം കുറയ്ക്കണമെന്നുള്ള ചോദ്യം, കേന്ദ്രം പരമാവധി ദ്രോഹ നിലപാട് സ്വീകരിക്കാനും നമ്മൾ അതിന്റെ ആഘാതം കുറച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമായി പ്രവർത്തിക്കുന്നതിൽ അതൊരു പ്രശ്നമുണ്ട്. അതിന്റെ കീഴ്വഴക്കമായി പോകുന്നതുകൊണ്ടാണ്. അതിനകത്തൊരു നീതിയുടെ പ്രശ്നമുണ്ട്. ഹരിദാസ്, നോക്കൂ, ഇതിനകത്തിപ്പോ അടുത്ത UPയിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ തീരെ ധനപരമായിട്ട് സഹായിക്കുന്നില്ല എന്ന് പറയാനായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു വസ്തുതയില്ല. ഞാനിത് ഒരു കണക്ക് പറയാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2019-20 കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന ഗ്രാന്റിന് ഏതാണ്ട് 11,000 കോടിയായിരുന്നു. 2020-21 കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 31,000 കോടി രൂപ. അതായത് പൈസ കിട്ടുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല, പൈസ കിട്ടുന്നുണ്ടെന്നാണ് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. ഹരിദാസ്, പക്ഷേ നോക്കൂ, ഈ GST കൗൺസിൽ എപ്പിസോഡ് കഴിയുമ്പോൾ ആളുകൾ പൊതുവെ വിചാരിക്കുക പൈസ കുറയേണ്ടതായിരുന്നു, പക്ഷേ സംസ്ഥാനങ്ങളുടെ ഒബ്ജക്ഷൻ കൊണ്ട് കുറഞ്ഞില്ല എന്നാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഒരു സമ്മർദ്ദ ഘട്ടമായി വരേണ്ടതാണ്. അതിനെയും വളരെ വിദഗ്ധമായി അവർ അതിജീവിക്കാൻ പോവുകയാണ്. അതിജീവിക്കുന്നതിന് അവര് കരുവാക്കിയത് കേരളത്തിനെയാണെന്നുള്ളതിൽ നമുക്ക് അപമാനം, നിഷാദ്. അതായത് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ എതിർത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാതെ പോയത് എന്ന് നാളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ഈ ശ്രീ ഉണ്ണികൃഷ്ണനോടൊരു കാര്യം പറയുക, ഈ മൻമോഹൻ സിംഗ് സർക്കാർ ഇവിടുന്ന് അധികാരം വിട്ടുപോകുമ്പോൾ 127 കോടി ജനങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിലെ. ആ ഇന്ത്യയിലെ ജനങ്ങൾക്കൊന്നും വലിയ വിധത്തിലുള്ള പോറലേൽക്കാത്ത വിധത്തിലെ ഇന്ധനവില നിയന്ത്രിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷവും 3 മാസവുമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അഴിമതിയുടെ കൂടാരമായിരുന്നു. എന്താ അധികാരത്തിൽ നിങ്ങൾ ഏത് കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയോണ്ടാ? ഇതൊരു നയാ പൈസ അഴിമതിയില്ല. 2G സ്പെക്ട്രം, 3G സ്പെക്ട്രം, ആകാശം, ഭൂമി, എന്താ അധികാരത്തിൽ മര്യാദയല്ല, ഇതൊരു മര്യാദയല്ല. ഞാൻ താങ്കൾ അനുവാദം പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. 2G സ്പെക്ട്രം കേസ് സുപ്രീം കോടതി ഭംഗിയായിട്ട് തള്ളിയില്ലേ? 2G സ്പെക്ട്രം കേസിലെ ഒരാളെ പോലും ശിക്ഷിക്കാൻ പറ്റിയ വേറൊരു അഴിമതിക്കഥ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ആ വിഷയം വിടാം. ശ്രീ കുഞ്ഞിക്കണ്ണൻ, താങ്കള് ശ്രീ പ്രകാശ് പറഞ്ഞതിന്റെ ചുവട് പിടിച്ചിട്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത GST പെട്രോളിൽ കൊണ്ടുവരാത്തതോ പെട്രോളിന്റെ നികുതി നിങ്ങൾ നേരിട്ട് വാങ്ങുന്നതോ ഒന്നുമല്ല. കുറച്ച്
ദൂർത്തടിച്ചിട്ടുള്ള കുറച്ച് ഭരണ സമ്പ്രദായം കേരളത്തിൽ കഴിഞ്ഞ 5 വർഷവും അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിനും ഉണ്ടായിരുന്ന എന്ന കാര്യം സമ്മതിക്കാതിരിക്കാൻ നോക്കിയില്ല. നിങ്ങൾ ചെയ്ത ദൂർത്ത് എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എണ്ണി പറയുമ്പോ ഈ ചർച്ചയുടെ ഗതി മാറും. താങ്കൾക്ക് ഞാൻ നമുക്ക് അതിലേക്കൊന്ന് വരാം. അതിന് മുൻപ് കെ ടി കുഞ്ഞിക്കണ്ണൻ കേന്ദ്രം ആവശ്യം പോലെ പൈസയൊക്കെ തരുന്നുണ്ട് സംസ്ഥാനം കൊണ്ട് നടക്കാൻ എന്നൊരു കണക്ക് പറയുകയാണ് ശ്രീ ബി എ പ്രകാശ്. ബി എ പ്രകാശ് കേന്ദ്ര സർക്കാരിന്റെ ഒരു വക്താവിനെ പോലെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് കേന്ദ്രത്തെയൊക്കെ ഈ പെട്രോളിയം വിലവർദ്ധനവിന്റെ കാര്യത്തിൽ ഒരേപോലെ ഉത്തരവാദികളാണെന്ന് വരുത്തി തീർക്കാനുള്ള ചർച്ചയാണ് നടക്കുന്നത്. കേരളം കഴിഞ്ഞ 5 വർഷക്കാലവും ഇപ്പോ ഈ പുതിയ മന്ത്രിസഭയും ഏത് തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയതെന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും നേരിട്ടില്ലാത്ത രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, 2 മഹാപ്രളയങ്ങൾ അതിജീവിച്ചവരാണ്. UN തന്നെ 36,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് കണക്കാക്കിയിട്ട് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് നമുക്ക് സഹായിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിച്ച വ്യോമസേനയുടെ വിമാനത്തിന് പോലും വാടക വാങ്ങിക്കുന്ന സ്ഥിതിയുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാത്ത ആളല്ലോ പ്രകാശിനെ പോലുള്ള ഒരു സാമ്പത്തിക വിദഗ്ധൻ. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. കാര്യങ്ങൾ അറിഞ്ഞിട്ടും എന്താണ്, ഇതൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഇന്ന് സംഘപരിവാറിന്റെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെയും വിഭവങ്ങളെയും എല്ലാം കവർന്നെടുക്കുന്ന ഒരു സാമ്പത്തിക നയം. ആ സാമ്പത്തിക നയത്തിന്റെ വക്താവാണ് വി എം പ്രകാശ്. BJP അല്ലാന്നേ ഉള്ളൂ. BJPക്കാർ നടപ്പാക്കുന്ന സാമ്പത്തിക നയത്തിന്റെ നിയോ ലിബറൽ നയത്തിന്റെ വക്താവാണ് അദ്ദേഹം. ആ നിയോ ലിബറൽ നയത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സമ്പദ്ഘടന നേരിടുന്ന ഘടനാപരമായ പ്രതിസന്ധി എന്ന് പറയുന്നത് GST ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ വിഹിതങ്ങൾ കവർന്നെടുക്കുന്ന കേന്ദ്ര നയമാണെന്ന് കാണണം. ആ കേന്ദ്ര നയത്തെ എതിർത്തുകൊണ്ട് മാത്രമേ, ആ കേന്ദ്ര നയത്തെ തോൽപ്പിക്കാനുള്ള സംസ്ഥാനങ്ങളുടെയും രാജ്യത്തെ ജനങ്ങളുടെയും ഒരു വലിയ വിപുലമായ കോർഡിനേഷൻ ഉണ്ടായിക്കൊണ്ട് മാത്രമേ ഇന്നത്തെ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. ഈ നയം മാറ്റണം, ഈ ഭരണനയം മാറ്റണം. ഈ പരിഷ്കാരങ്ങൾക്കെതിരായിട്ട്, GST പോലുള്ള പരിഷ്കാരങ്ങൾക്കെതിരായിട്ട് എന്തുകൊണ്ടാണ് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ വി എം പ്രകാശിനെ പോലുള്ള ആളുകൾക്ക് കഴിയാത്തത്? അദ്ദേഹം GSTയെ കുറിച്ച് മയപ്പെടുത്തി സംസാരിക്കുകയാണല്ലോ. GST കൌൺസിൽ എന്തായാലും 4-3 അംഗങ്ങളുടെ തീരുമാനവുമായി വന്ന് പെട്ടെന്ന് ഇപ്പോൾ ഇതെല്ലാം കൂടെ GST പരിധിയിലേക്ക് വരുമെന്ന് വിചാരിക്കാൻ ഇപ്പോൾ ഒരു നിവൃത്തിയുമില്ല. എന്ന് വെച്ചാൽ വിലയൊന്നും കുറയാൻ പോകുന്നില്ല. ഇപ്പോ 103-നോ 102-നോ ഒക്കെ പെട്രോൾ അടിക്കേണ്ടി വരും. അങ്ങനെ തന്നെ പോവുകയല്ലാതെ വേറെ ബദൽ മാർഗം ഒന്നും ആലോചിക്കാൻ പറ്റില്ല എന്നാണോ? നിഷാദേ, ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഒരു കാര്യം സൂചിപ്പിച്ചു. സത്യം പറയുന്നവനെ BJP ആക്കുക. പ്രകാശ്, സാമ്പത്തിക വിദഗ്ധനായ പ്രകാശ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ, യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹത്തെ BJPക്കാരനാക്കി, അദ്ദേഹത്തെ സംഘിയാക്കി, അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പൊ സത്യം, യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞാൽ അവരെ BJP ആക്കുന്ന ഒരു നിലപാട് CPMന്റെ ഒരു ആസൂത്രിതമായ നീക്കമാണ്. അതവിടെ നിൽക്കട്ടെ, അതിന്റെ പൊളിറ്റിക്സ് അവിടെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം താങ്കൾ പറഞ്ഞതിലേക്ക് വരുന്നതിന് മുമ്പ്, ഇപ്പൊ കേരള സർക്കാരിന്റെ ഒരു കണക്കുണ്ടായി. സർക്കാർ 5,500 കോടി റവന്യൂ കുടിശ്ശിക 20,146 കോടി, പൊതുമേഖലാ നഷ്ടം 1,202 കോടി, മരം കൊള്ളയുടെ വക 1000 കോടി. അപ്പൊ കേരളത്തിലെ നികുതി, കേരളത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ നികുതി പിരിച്ചെടുക്കാത്ത 1000 കോടിയുടെ വനംകൊള്ള നടത്തുന്ന ഒരു സർക്കാർ ഈ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ടാണ് കേന്ദ്രത്തെ കുറ്റം പറയാൻ വരുന്നത്. ഇനി താങ്കൾ സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. താങ്കൾ പറഞ്ഞു ഒരു കാര്യം വ്യക്തമാണ്, ഇത് അവസാനിച്ചിട്ടില്ല. അടുത്ത GST കൌൺസിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയം വീണ്ടും കൊണ്ടുവരും. ആദ്യമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഇട്ടു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്നും ഈ KN ബാലഗോപാലിന്റെ കൂടെ ഈ സംസ്ഥാനങ്ങൾ നിൽക്കുമെന്നും കരുതണ്ട. കേരളം പോലെ സാമ്പത്തികമായ പ്രതിസന്ധിയും തകർന്ന തരിപ്പണമായ സംസ്ഥാനങ്ങളെല്ലാം മറ്റെല്ലാം അവർക്ക് സ്വന്തമായി നിലനിൽപ്പുണ്ട്, സ്വന്തമായി വരുമാനമുണ്ട്. മഹാരാഷ്ട്രയ്ക്ക് അടുത്ത GST കൌൺസിൽ യോഗം വരുമ്പോൾ ഒരു സമവായം ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ സവിശേഷമായ ഇനീഷ്യേറ്റീവ് എടുക്കുമെന്നാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാഷി ചൂണ്ടിക്കാണിക്കുന്നത്. സമയം അവസാനിച്ചുകൊണ്ട് ഞാൻ ഇടപെടുന്നു. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ ഉണ്ണികൃഷ്ണൻ, കെ ടി കുഞ്ഞിക്കണ്ണൻ, ശ്രീ MK ഹരിദാസ്, ബി എ പ്രകാശ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പങ്കുവച്ചതിന് നന്ദി.